ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ കാലിക്കറ്റ് പോവാണ്. കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ്. വേറൊരു ആവശ്യത്തിനായിട്ട് വന്നതായിരുന്നു. അപ്പം ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണിക്കാം. നമ്മൾ നേരെ പോകുന്നത് ഇപ്പം പാരഗൺ ഹോട്ടൽ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നോക്കുന്നത്. പക്ഷെ ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആണ്. എന്തായാലും പോയി നോക്കട്ടെ. അതിനുശേഷം പിന്നെ ബീച്ചിൽ പോകണം, എസ്എം സ്ട്രീറ്റിൽ പോകണം, പിന്നെ ഹൈലൈറ്റ് മാളിലും പോകണം. അപ്പം അവിടെ എത്തിയിട്ടുള്ളത് കാണിക്കാം. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ പാരഗൺ ഹോട്ടൽ തപ്പിപ്പിടിച്ച് പോവാണ്. അത് ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ്. ഒരു നല്ല റീച്ചുള്ള ഒരു വീഡിയോ എങ്ങാണ്ട് ന്യൂസിലൊക്കെ വന്നിട്ട് ഭയങ്കര ഫേമായിട്ടുള്ള ഹോട്ടലൊക്കെയാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഹോട്ടലിലേക്ക് ആദ്യമായിട്ട് വരികയാണ്, ഞാനും ഹസ്ബൻഡും കൂടെ. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. നമുക്കങ്ങനെ പ്രൈവസിയും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ടേബിളിലൊരു പല ഫാമിലീസായിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. അവർ നമ്മൾ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ സീറ്റ് ഒഴിവുണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ വിളിക്കും, അവിടെ പോയിട്ട് ഇരിക്കണം. നമ്മൾക്ക് ഒറ്റക്കായിട്ടൊരു ടേബിൾ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒരുമിച്ചിട്ടായിരിക്കും ഫുഡ് കഴിക്കുക. ഫുഡൊക്കെ വന്നു. ഞങ്ങൾ ബിരിയാണി ആയിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണിയാണ് അവിടുത്തെ ഫെയിമായിട്ടുള്ള ഒരു ഇത് എന്ന് പറയുന്നത്. പക്ഷേ കഴിച്ച് കഴിഞ്ഞപ്പം സത്യം പറയാമല്ലോ, എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ കഴിച്ച ബിരിയാണി വെച്ച് നോക്കുമ്പം അത് അത്രയും ഭയങ്കര ഫെയിമായിട്ടുള്ളത് പറയാൻ മാത്രമുള്ളൊരു ടേസ്റ്റൊന്നും അതിനുണ്ടായിരുന്നില്ല. കാരണം കാലിക്കറ്റ് റഹ്മത്ത് ഹോട്ടലിലുള്ള ബിരിയാണിയെ അപേക്ഷിച്ച് ഇത് അത്ര പോരാട്ടോ. റഹ്മത്ത് ഹോട്ടലിലുള്ള ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഹസ്ബൻഡിനൊക്കെ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ പാരഗണിലുള്ള ഹോട്ടലിലുള്ള ബിരിയാണി ഇഷ്ടപ്പെട്ടില്ല. ഫൈനലി ഞങ്ങൾ ബീച്ചിലെത്തിയിട്ടോ. ഇവിടെ കുറച്ച് ഫോട്ടോഷൂട്ട് ഒക്കെ എടുക്കാമല്ലോ വിചാരിച്ചിട്ട് വന്നതായിരുന്നു. കുറച്ച് മാറിയിട്ടാണ്, കറക്റ്റ് എക്സാക്ട് ബീച്ചിൻ്റെ അവിടെ വന്നിട്ടില്ല. കുറച്ച് മാറിയിട്ട് ആണ് വന്നത്. ഇതാകുമ്പോൾ കുറച്ച് പ്രൈവസി ഉണ്ടാവുമല്ലോ വിചാരിച്ച്. അപ്പോൾ ഞാൻ ഈ ഒരു ബീച്ചിൻ്റെ സൈഡിൽ മെയിനായിട്ടുള്ള ബീച്ചിൻ്റെ എൻട്രൻസ് ഉണ്ടല്ലോ, അവിടെയല്ല ഞങ്ങൾ വന്നത്. അവിടുന്ന് കുറച്ച് മാറിയിട്ടായിരുന്നു കേട്ടോ. ആളുകൾ കുറവുള്ള ഒരു ഏരിയയിലാണ് വന്നത്. കാരണം എനിക്ക് ഫോട്ടോസ് എടുക്കാനുണ്ടായിരുന്നു കുറച്ച് ഡ്രസ്സിൻ്റെ. അപ്പം ഒരു 2-3 ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇട്ട ആ ഒരു കോഡ് സെറ്റിൻ്റെ മുകളിൽ 2-3 ഗൗണുകൾ ചേഞ്ച് ചെയ്തിട്ടായിരുന്നു ഞാനിങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് ആ ഒരു ബീച്ച് സൈഡിൽ പോയത്, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് ഇറങ്ങി. പിന്നെ ആ ഒരു മെയിൻ എൻട്രൻസ് ഉണ്ടല്ലോ, അതായത് ബീച്ചിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷനില്ലേ, അങ്ങോട്ട് വന്നു. അവിടെ ഒരു വോളിബോൾ കോമ്പറ്റീഷനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കണ്ട് ബീച്ചിൻ്റെ ആ ഒരു സൈഡിൽ കുറച്ച് എന്തെങ്കിലും ഉപ്പിലിട്ടതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങോട്ട് വന്നത് കേട്ടോ. നല്ല ദാഹം ഉണ്ടായിരുന്നു. ബിരിയാണിയൊക്കെ കഴിച്ച് വന്നതുകൊണ്ട് തന്നെ നല്ല ദാഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് തണുത്തത് എന്തെങ്കിലും, നല്ല ചുരണ്ടി ഐസ് എന്നൊക്കെ പറയില്ലേ, ഐസറുതി എന്നൊക്കെ പറയും, ആ സംഭവം വാങ്ങി കഴിക്കാമെന്ന് പറഞ്ഞ്. ഇതിൻ്റെ ഒരു ഫാന് ഞാൻ മാത്രമായിരുന്നു കേട്ടോ ഫസ്റ്റ്. പിന്നെ അത് ഒരു ദിവസം ഞാൻ വാങ്ങിച്ചപ്പോൾ പിന്നെ ഹസ്ബൻഡിനും ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഇപ്പം 2 പേരും അതിൻ്റെ ഫാനാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഒരു സ്പീഡ് ബോട്ടൊക്കെ അവിടെ കണ്ടത്. ഇതൊക്കെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്താണെന്ന് തോന്നുന്നു. എത്രയായി എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞങ്ങൾ ബീച്ചിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത് കണ്ടത്. അങ്ങനെ അതൊക്കെ കണ്ട് കഴിഞ്ഞപ്പോഴേക്ക് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇരുട്ടാവാൻ തുടങ്ങി. ഒരു 6 മണി ആ ഒരു ടൈമൊക്കെ ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം തിരിച്ചിങ്ങനെ വരുന്ന വഴിക്കാണ് കാർണിവലും കാര്യങ്ങളൊക്കെ ബീച്ചിൻ്റെ സൈഡിൽ തന്നെ നടക്കുന്നത് കണ്ടത്. പിന്നെ ഞങ്ങളവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നില്ല. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണ്. കാർണിവലൊക്കെ ആകുമ്പം അവർക്കെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുക. അപ്പം ഞാൻ ശരിക്കും അതൊന്നും നോക്കാൻ വേണ്ടിയിട്ടല്ല, മെയിനായിട്ട് ഈ ഒരു എസ്എം സ്ട്രീറ്റിൽ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു മെയിനായിട്ട് വരാൻ തന്നെ കാരണം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കാണിക്കുന്നതും ആ ഒരു എസ്എം സ്ട്രീറ്റിലുള്ള ഒരു ഷോപ്പിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ പോയി കഴിഞ്ഞ് നേരെ വന്നത് എസ്എം സ്ട്രീറ്റിൽ ഈ ഒരു 5 രൂപ മുതൽ 30-35 രൂപയുള്ള ഒരു ഷോപ്പുണ്ട്. കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും. എസ്എം സ്ട്രീറ്റിൽ തന്നെയാണ്, കുറച്ച് അകത്തേക്ക് പോയിട്ടാണ്. ഒറ്റയടിക്ക് നമുക്കത് കാണാൻ പറ്റില്ല.
അവർ പോകുന്ന വഴിക്കൊന്നും എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല, കുറച്ച് ഇരുട്ടായിപ്പോയി അവിടെ എത്തിയപ്പോഴേക്കും. അപ്പം നേരെ ചെന്ന് ഒരു എൻട്രൻസിൽ തന്നെ ഇതുപോലെ ഒരുപാട് ചെടിച്ചട്ടികളുണ്ടായിരുന്നു കേട്ടോ. അതും ചെടിച്ചട്ടികൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ. പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെയാണ് കൂടുതലും, പ്ലാസ്റ്റിക്കും അതുപോലെ മെലാമിൻ മെറ്റീരിയൽ അങ്ങനെയൊക്കെയാണ്. സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ട്, അതുപോലെ ക്രോക്കറി ഐറ്റംസ്, പ്ലാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ്, ടൂൾസ്, അങ്ങനെ പല ഐറ്റംസും ആണ് കേട്ടോ. അപ്പം ഞാൻ ഈ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു പ്ലേറ്റ്, അതൊക്കെ ചിലത് പ്ലാസ്റ്റിക് ഉണ്ട്, ചിലത് മെലാമിനാണ് ഉള്ളത് മെറ്റീരിയൽ. എല്ലാത്തിനും 5 രൂപ മുതൽ 30 രൂപയാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ആർമി ക്വാർട്ടറിലേക്ക് പോകുന്ന ടൈമിൽ ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അന്നും ഞാൻ ഇവിടെ തന്നെയാണ് കേട്ടോ എടുത്തത്. പിന്നെ അതിന് ശേഷം എനിക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇപ്പോൾ ഏകദേശം 1.5 വർഷമൊക്കെ ആയി. പിന്നെ ഇപ്പോഴാണ് ഞാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ ഓരോന്ന് എടുത്ത് നോക്കുകയാണ്. ഇത് എഗ് സെപ്പറേറ്ററാണ് കേട്ടോ. ഇതിനൊക്കെ 10-15 ആ ഒരു റേഞ്ചൊക്കെയാണ് വരുന്നത്. ഒരുപാട് ഐറ്റംസ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഓരോന്നിൻ്റെയും അവിടെ കുറച്ചൊക്കെ തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു ഷോപ്പാണ്, ഒരുപാട് വലിയ ഷോപ്പൊന്നുമല്ല. SM സ്ട്രീറ്റിൽ ഈ ഒരു ഷോപ്പിൽ പോയിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടായിരിക്കും അതിൽ എന്തുമാത്രം സാധനങ്ങളുണ്ട്, എത്രത്തോളം തിരക്കുണ്ടാവും എന്നൊക്കെ. അതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കുള്ളത് കാരണം എനിക്ക് ഓരോ പ്രോഡക്റ്റിൻ്റെയും പ്രൈസ് അവരുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. നമ്മൾ ഓരോന്ന് ചോദിക്കുമ്പോഴും അവർക്ക് തന്നെ ഒരു പറയാൻ ബുദ്ധിമുട്ടുള്ള പോലെ, ഒരുപാട് കസ്റ്റമേഴ്സ് വരുമ്പോൾ അങ്ങനെയാണല്ലോ. ഇതിൻ്റെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് ഓരോന്നും. നമുക്ക് ഐഡിയ ഉണ്ടാവും എന്തായാലും മാക്സിമം പോയാൽ ഒരു 30-35 അത്രേ വരുള്ളൂ, അതിൽ കൂടുതലൊന്നും ഇതിൽ റേറ്റ് വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിൽ അത്രയല്ലേ വരുള്ളൂ എന്ന് വിശ്വസിച്ചിട്ട് നമുക്ക് ഓരോ പ്രോഡക്റ്റും എടുക്കാൻ പറ്റും. ഇപ്പോൾ കുഞ്ഞ് സ്പൂണുകളൊക്കെ ഉണ്ട്, ഏറ്റവും ചെറുതിന് 5 രൂപ മുതലാണ് സ്റ്റാർട്ടിങ്. അപ്പം 30-35 ആ ഒരു റേഞ്ചിൽ അത്രയല്ലേ വരുള്ളൂ. അപ്പം നമുക്ക് ഏതും എടുക്കാം, നമുക്കങ്ങനെ നഷ്ടമായിട്ടൊന്നും തോന്നില്ല, വെർത്തായിട്ടാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട്. ചിലതൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, ചിലതൊന്നും അത്രയ്ക്കില്ല. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇതിനനുസരിച്ചിട്ടിരിക്കും ഓരോ പ്രോഡക്റ്റും. ഇതൊക്കെ ഗ്ലാസിൻ്റെ പ്രോഡക്റ്റാണ് കേട്ടോ. പിന്നെ ടിഷ്യൂ പേപ്പർ, അതുപോലെ ഗ്ലൂ ഗണ്ണിൽ യൂസ് ചെയ്യുന്ന ഗ്ലൂ ഉണ്ടല്ലോ, ആ ഒരു സ്റ്റിക്ക്, അതാണ് കേട്ടോ. ഇതിനൊക്കെ 10 രൂപ 5 രൂപ അത്രയൊക്കെ വരുന്നുള്ളൂ. പിന്നെ പെയിൻറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന കുറേ ഐറ്റംസ്. പിന്നെ ഇത് ഒരു സോപ്പ് ഡിസ്പെൻസറാണ് കേട്ടോ. ഇതിന് ഞാൻ എത്രയാണെന്ന് പ്രൈസ് ചോദിച്ചില്ല, നിങ്ങൾ ഏകദേശം ഒരു ഊഹം വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, 5-30 റുപ്പീസിൻ്റെ ഇടയിലാണ് ഓരോന്നിനും വരിക. നമ്മൾ സോപ്പ് വയ്ക്കുന്ന ഒരു സ്റ്റാൻഡായിരുന്നു അത്. ഇത് നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്യുന്നൊരു, അതിനകത്തൊരു കോട്ടൺ റോളാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് ഒത്തിരി ഐറ്റംസ് ഉണ്ട്. എനിക്ക് ഏതൊക്കെ എടുക്കണം ഏതൊക്കെ കാണിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഹൈലൈറ്റ് മാളിലും പോകണം. അപ്പോൾ അവിടെ ക്ലോസ് ആവുമോയെന്നും അറിയില്ല. അപ്പം എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളും എടുക്കണം, പിന്നെ വീഡിയോ എടുക്കണം. രണ്ടും കൂടെ എനിക്ക് എന്താ പറയുക, കുറേ ഒന്നും എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. എന്നാലും എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ള ഇതുപോലെ വല്ല ക്രോക്കറി ഐറ്റംസിനൊക്കെയാണ് കേട്ടോ. നല്ല ഫുൾ വൈറ്റാണ് എനിക്ക് ആദ്യം ഇഷ്ടമുള്ളത്. ഇങ്ങനെ പ്രിൻ്റഡ് ആയിട്ടുള്ളതൊന്നും ഇഷ്ടമല്ല. പ്രിൻ്റായിട്ട് വരുന്നതൊക്കെ ഇഷ്ടമുള്ളവർക്ക് മേടിക്കാം. ഇതൊക്കെ വന്നിട്ട് വുഡൻ എന്താ പറയുക, സ്പാച്ചുലാസൊക്കെയാണ് കേട്ടോ. നമ്മൾ കയ്യിലൊക്കെ വരുന്നില്ല, അങ്ങനത്തെയൊക്കെയാണ്. ഇതിനൊക്കെ പിന്നെ ചിരട്ടക്കൈയിലൊക്കെ ഇല്ലേ കോരി, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഐറ്റം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പഞ്ചാബിലേക്ക് പോകുമ്പം കൊണ്ടുപോകാനായിട്ട് സെർവ് ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ ബ്ലാക്കും വരുന്നുണ്ട്, റെഡ്, യെല്ലോ, അങ്ങനെ ഒരു 4 കളേഴ്സിലാണ് കേട്ടോ വരുന്നത്. ഞാൻ വൈറ്റ് മാത്രമാണ് എടുത്തത്. പിന്നെ എനിക്ക് തോന്നി ബ്ലാക്കും കൂടെ എടുത്താൽ മതിയായിരുന്നു എന്ന്. അങ്ങനെ ഞാനൊരു വൈറ്റ് മാത്രം എടുത്തു. പ്ലാസ്റ്റിക് ആണ് കേട്ടോ മെറ്റീരിയൽ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അതിൽ ഫുഡൊക്കെ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ കറിയൊക്കെ ഒഴിക്കുക നല്ല ഭംഗിയാണ് ഇരിക്കും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ഞാൻ പോയ സമയത്ത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 1.5 വർഷമായിട്ട് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴും അതിനൊരു കേടും വന്നിട്ടില്ല. ആ ഒരു സിങ്കിൽ വെക്കുന്ന ഒരു സ്റ്റെയിനറില്ലേ, അതാണ് നല്ല യൂസ്ഫുള്ളാണ്. നിങ്ങൾ വാങ്ങിയിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കുക. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്ന പ്ലേറ്റാണ്. അതിൻ്റെ വൈറ്റും ബ്ലാക്കും ഒക്കെ താഴെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊരു ഒരുപാട് വെച്ചത് കാരണം എനിക്ക് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഇതിലൊട്ടുമിക്ക സാധനങ്ങളും മെലാമിൻ അല്ലെങ്കിൽ
പ്ലാസ്റ്റിക്കാണ്. അതിൽ അധികമൊന്നും സെറാമിക് ഐറ്റംസും ഗ്ലാസ് ടൈപ്പ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കൂടുതലും മെലാമിനോ പ്ലാസ്റ്റിക്കോ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഈ ഒരു കയ്യിലൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ മെലാമിൻ മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ വന്നിട്ടില്ല ഈ കുഞ്ഞു കുഞ്ഞു സ്പൂണുകൾക്കൊക്കെ 5 രൂപ. പിന്നെ കുറച്ച് സെറാമിക്കിൻ്റെ കപ്പുകൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ ഈ കാണിച്ചിട്ടുള്ളതൊക്കെ. ഇതിനകത്ത് വന്നിട്ട് പുറമേ നിന്ന് കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്, ഒരു മാർബിൾ ഡിസൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ വന്നിട്ട് പക്ഷേ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ഇഷ്ടമായില്ല. പക്ഷേ ഷേപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്നിട്ടുള്ളതൊക്കെ കുറച്ച് കണ്ടോ, നമ്മൾ പ്ലംബിങ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഐറ്റം, ടാപ്പ്, അതുപോലെ സിങ്ക് സ്റ്റെയിനർ, സ്റ്റീലിൻ്റെതും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ബാസ്ക്കറ്റ് ഉണ്ടോ, അതിനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. 25, 30, 35 ആ ഒരു റേഞ്ചാണ് കേട്ടോ ഓരോന്നിനും വരുന്ന പ്രൈസ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സ്റ്റോറേജ് ബോക്സസ് ഉണ്ട്. നമുക്ക് സ്റ്റോറേജിനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പല ഷേപ്പിലും പല കളേഴ്സിലും അവൈലബിൾ ആണ്. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു എന്താ പറയുക, വിസ്കില്ലേ, ഇത് നല്ലൊരു ഷേപ്പിൽ ഇങ്ങനെ ഒതുങ്ങി കിടക്കും. അത് നമ്മൾ ആ ഒരു വൈറ്റ് പോർഷൻ കണ്ടില്ലേ, അത് ടേൺ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഷേപ്പിൽ മൊത്തമായിട്ടൊരു കൂട പോലെ വരുന്നത്. അത് ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് കേട്ടോ അങ്ങനെ വൈഡായിട്ട് വരിക. അത് ഞാൻ ഒറ്റ കയ്യിലായതുകൊണ്ട് എനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. പിന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റിംഗ് ഒക്കെ ഗാർഡനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ടൂൾസാണത്. അതിന് ഓരോന്നിനും 30 റുപ്പീസാണ് കേട്ടോ. ആ ഒരു ഫുൾ സെറ്റിന് വന്നത് 90 റുപ്പീസാണ്. പിന്നെ കുഞ്ഞു കുഞ്ഞ് വേസ്റ്റ് ബാസ്ക്കറ്റുകളുണ്ടായിരുന്നു. പിന്നെ ഗ്ലാസ്സുകളുണ്ട്. പിന്നെ ചെടിച്ചട്ടികൾ ഒരുപാടുണ്ട് കേട്ടോ. പ്ലാന്റ്സൊക്കെ നടാൻ വേണ്ടിയിട്ടുള്ള പല റേഞ്ചിലും. ഏറ്റവും കൂടുതൽ മാക്സിമം റേറ്റ് എന്ന് പറയുന്നത് 35 ആണ്. അതായത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ബാസ്ക്കറ്റിന് മാത്രമാണ് 35 വരുന്നത്. ബാക്കിയുള്ള ഏറ്റവും വലിയ ചട്ടികൾക്കൊക്കെ 30 റുപ്പീസേ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഷോപ്പിൽ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഷോപ്പിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒറ്റ തവണയെങ്കിലും വന്ന് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഒറ്റ തവണയെങ്കിലും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമാവില്ല. നിങ്ങൾ കാലിക്കറ്റ് എപ്പോഴെങ്കിലും വരുമ്പോഴൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ.